എൻ്റെ മക്കളെ, അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേ ഈ മക്കളില്ലാത്തവരില്ലേ, അവരടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. ഇനി അവരിവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മ മകൾക്ക് വേണ്ടി അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവല്ലേ ഇതെല്ലാം കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. അവന് നെഞ്ചുവേദനയുള്ളവരും സ്ട്രോക്ക് വന്നവരും ശിരസിൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നെഞ്ചുവേദന വന്നവർ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവന് ഡിസ്ചാർജൊക്കെ ഉള്ളവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജൊക്കെ ഉള്ളവരില്ലേ, നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ടോൺസിൽ രോഗികൾ, തൊണ്ട രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖങ്ങളുള്ളവർ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് രോഗം അവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാനും കുഴപ്പമില്ല. എവിടെയാണ് രോഗം അവിടെ എവിടെ കൈവച്ച് മാറി മാറി പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 39 വർഷം നിന്റെ ബലിയർപ്പിക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുകൊണ്ട് നിന്റെ ഔദാര്യ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ലോകത്തോട് സംസാരിക്കാൻ നീ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു തലവേദന ഉള്ളവർ പോലും സുഖപ്പെടാതെ ഇവിടുന്ന് പോകരുത്. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയാണ് നിങ്ങളുടെ രോഗങ്ങൾ അവിടെ എല്ലാം കൈകൾ വെക്കാൻ അടിപ്പിടർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ രക്തസാക്ഷികളെ, വേദസാക്ഷികളെ, വിശുദ്ധന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അടിപ്പിടർ പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. സ്വർഗം തുറക്കുന്ന സമയമാണ്. എല്ലാ മാലാഖമാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത് കരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അടിപ്പിട പോലെ ദൈവിക ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. മക്കളില്ലാത്തവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സ്പോണ്ടിലോസിസ് രോഗമുള്ളവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, മുട്ടിന് വേദന, മുട്ടൊടിഞ്ഞവരെ, തുടയിലൊടിഞ്ഞവരെ, വെരിക്കോസിൻ്റെ രോഗമുള്ളവർ, ശരീരം അഴുകുന്നവർ, ചിരങ്ങ് രോഗികൾ, ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാവിധ ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകപ്പെടട്ടെ. നടുവേദനക്കാര്, കിഡ്നി രോഗികൾ, കരരോഗികൾ, ഹൃദയ രോഗികൾ, പല്ലുവേദന ഉള്ളവർ, തൊണ്ട രോഗമുള്ളവർ, ശ്വാസകോശ രോഗികൾ, പ്രഷർ കുറഞ്ഞവർ, പ്രഷർ കൂടിയവർ, ഷുഗർ രോഗികൾ, യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില്, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, മാരക രോഗങ്ങള്, തിരവേദികള്, ദുരിതങ്ങള്, വാതരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, ക്യാൻസർ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവേദനെ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീട് ഇല്ലാത്തവര്,
ജോലിയില്ലാത്തവർ, ഒരു സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലിയില്ലാതെ നിന്ന് വേറെ സ്ഥാപനത്തിന് വേണ്ടി ജോലിക്ക് ശ്രമിക്കുന്നവർ, വിസ കാലാവധി കഴിഞ്ഞവർ, അത് പുതുക്കി കിട്ടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, അവരുടെ കൂടെ കൃപാസനവും അച്ഛനും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തിട്ട് അവർ ആരെങ്കിലും ഈ ലോകത്തെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇപ്പോൾ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, തൊഴിലുരുപ്പടികൾ വിറ്റുമാറാനോ അതിനെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ കാർഷിക മേഖലകളെ കടങ്ങളും വിഷമത്തിൽ അനുഭവിക്കുന്നവരെ, കാർഷിക വരുമാനങ്ങളിലെ തകർച്ച സംഭവിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളികളെ, ആ തൊഴിൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരെ, ആ മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. ഒരു പ്രൊമോഷന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു, ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു. ട്രാൻസ്ഫർ കിട്ടാത്ത കാരണം ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒന്നും തികയാതിരിക്കുകയും കുടുംബജീവിതം പോലും ഇല്ലാതിരിക്കുകയും ചെയ്ത് വിഷമിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ വിദേശത്ത് താമസിക്കുന്നു, പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റണില്ല. വർഷങ്ങളായിട്ട് കുടുംബം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുടെ കണ്ണുനീര് ഇപ്പോൾ പ്രാർത്ഥനയാക്കി കൃപാസനത്തിലെ മാതാവിൻ്റെ ദിവസം വെക്കുകയാണ്. തീർച്ചയായിട്ടും 43 ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ വിഷയത്തിന് ദിവസത്തിനുള്ളിൽ കർത്താവ് നിൻ്റെ മേൽ കാരുണ്യം ഉണ്ടാകുകയും കർത്താവ് നിൻ്റെ ഫയൽ ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ വിരുദ്ധമായ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ നിന്റെ ജീവിത ദുരിതങ്ങളെ ജീവിത തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ വരേണമേ സൗഖ്യം നൽകണമേ. ദൈവത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് IELTS, OET, PSC, അതുപോലെ തന്നെ ഓരോരോ പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ, ഇൻകം ടാക്സിൻ്റെ പരീക്ഷകൾ, ബാങ്ക് ടെസ്റ്റുകൾ എഴുതിക്കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസമോ അതിന് യോഗ്യത ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇതെല്ലാം ഉടമ്പടിയുടെ വിഷയങ്ങളാണ്. അതെല്ലാം മേലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയിൽ നിന്നുകൊണ്ടാണ് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ വിഷയത്തിൽ നിന്നെ വേദനിപ്പിക്കും മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ഓട്ടിസവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്, മാതാപിതാക്കന്മാർ നരകതുല്യമായ വേദന അനുഭവിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കണ കുഞ്ഞുങ്ങളെ ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 കടകമ്പോളങ്ങൾ നടത്തുന്നവര്, ഒറ്റയും പാട്ടത്തിലും താമസിക്കുന്നവര്, വാടകക്കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നവര്, അതിൻ്റെ വേദന അനുഭവിക്കുന്നവര്, അതേസമയം തന്നെ ഇറങ്ങി തരാതെ ഇരിക്കുന്നത് കാരണം
അവർ മറ്റൊരു വിഷമിക്കുന്നവർ, ഇതിനെല്ലാം സൊല്യൂഷൻ വേണം. രണ്ട് കക്ഷികളുമുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അതെല്ലാം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന വിഷയങ്ങളാണ്. പല പല രോഗങ്ങളും മാറി മാറി വരികയും മാറാതെ നിൽക്കുന്ന രോഗങ്ങളുണ്ട്. വെള്ളപ്പാണ്ട് രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അവിടെയെല്ലാം വിശുദ്ധമായ രക്തം കർത്താവ് തളിക്കപ്പെടുന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിതേഷ്. പൊങ്ങണങ്കാട്, തൃശ്ശൂർ പൊങ്ങണങ്കാട് ഇടവയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭാര്യ നീന, മൂത്ത മകള് ഈന, ഇപ്പോൾ ജനിച്ചത് ആൻ്റോണിയ. അങ്ങനെ ഞങ്ങൾ ഒരു ഇതാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത് ഇപ്പോൾ. അതേപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടാണ് ഞങ്ങൾക്ക് മൂത്ത മകളെ കിട്ടിയത്. വളരെയധികം ക്ലേശത്തോടും അതുപോലെ തന്നെ അതിന് മുമ്പ് 3 അബോർഷനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വളരെയധികം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതായത് ഒരു ദിവസം പോലും അനങ്ങാൻ പറ്റാത്ത പോലെ റെസ്റ്റ് ചെയ്തിട്ടാണ് അവളെന്നെ കിട്ടിയത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഇതോടുകൂടി ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ അവൾ ജനിച്ചു. അവൾക്കിപ്പോൾ 13 വയസ്സായി. 13 വയസ്സായിട്ട് എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ അറിയുന്നത് കൃപാസനത്തെ പറ്റി, ഇവിടുത്തെ ആലയത്തെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലി ഒരുമിച്ച് 2023 നവംബറിൽ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഒരു ഉടമ്പടി എടുക്കാനുള്ള ഇത് മനസ്സിൽ തോന്നി തുടങ്ങി. അങ്ങനെ 2023 ഡിസംബർ 2-ാം തീയതി ഞാനിവിടെ വന്ന്, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ ചെയ്തിരുന്നു. കാലത്ത് ഞാനും മോളും കൂടി പള്ളിയിൽ പോവും. അതേപോലെ തന്നെ കാര്യപ്രവൃത്തികൾ ചെയ്യും. അതേ വളരെയധികം. അതുപോലെ അച്ഛൻ്റെ കാര്യങ്ങൾ, അച്ഛൻ്റെ ധ്യാനങ്ങൾ ഷെയർ ചെയ്യൽ, കാലത്തെ പ്രാർത്ഥന കേൾക്കൽ, കൊന്ത ചെല്ലൽ, ബൈബിൾ വായിക്കൽ, ഇതൊക്കെ 4:30 കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യും. അങ്ങനെ 6:30ക്കാണ് ഞങ്ങളുടെ പള്ളിയിൽ കുർബാന. ആ കുർബാനയ്ക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ ജീവിതചര്യ അങ്ങനെ മാറി. വളരെയധികം മാറ്റങ്ങളുണ്ടായി. അതുപോലെ തന്നെ ദേഷ്യം, കോപം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിന് വിടുതൽ നൽകി തുടങ്ങി. അതായത് ശാന്തതയോടെ കേൾക്കാനും അതുപോലെ തന്നെ എല്ലാം ചെയ്യാനും. അതുപോലെ എനിക്ക് സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ദേഷ്യം വളരെയധികം എനിക്ക് അവിടെയും പുരോഗമനം ഉണ്ടായി തുടങ്ങി. മനസ്സ് തന്നെ നന്നായപ്പോൾ, മനസ്സ് നന്നാവുമ്പോൾ ഇത് അതേപോലെ ആകെ കലുഷിതമോ ഇതൊക്കെ മാറി. അതുപോലെ തന്നെ ഈ ഡിസംബർ കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എൻ്റെ ഭാര്യ പറഞ്ഞു ഒരു ആകെ ഒരു സുഖമില്ല എന്ന് പറഞ്ഞു, ആകെ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കളിയാക്കിയിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് 46 വയസ്സായി, ആൾക്ക് 41 വയസ്സായി. ഇനിയിപ്പോൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയിട്ട് ഞങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ അവളോട് പറയുകയും ചെയ്തു. എന്നിരുന്നാലും ഒരു മെഡിക്കൽ ഷോപ്പിൽ കാറ് നിർത്തി അവിടെ നിന്ന് തന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങി ഞാനും എൻ്റെ ഭാര്യയും കൂടി വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് അവൾ അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങനെ ബാത്റൂമിൽ കയറി അവൾ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് ഒന്ന് വന്നേ എന്ന് പറഞ്ഞു കരഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ടു നിറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാണ്ട അവസ്ഥയായി. കാരണം അതേപോലത്തെ ഒരു അവസ്ഥ. അതായത് ഉടമ്പടി എടുത്തിട്ട് ജനുവരിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഫെബ്രുവരിയിൽ അറിയുന്നത്. എന്നിട്ട് അങ്ങനെ തന്നെ ഡോക്ടറെ അടുക്കി പോയി. അങ്ങനെ കുറേ കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതായി. ഞങ്ങൾക്ക് തന്നെ ഒരു മനസ്സിന് എന്തോ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. അടുത്തുള്ള പള്ളിയിൽ പോയി കരഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഡോക്ടറെ അടുക്കി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു,
2 മാസം ആൾ പ്രഗ്നൻ്റാന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ആൾ ജോലിക്ക് പോകുമ്പോൾ ബൈക്കുമ്മി പോകണ്ടായിരുന്നേ. റോഡ് കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഒന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് അവസാന നിമിഷം വരെ ജോലിക്ക് പോയിക്കോട്ടെ, കാരണം ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ല, അതേപോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി മാതാവ് വെച്ചതല്ലേ, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുഞ്ഞിനെ എനിക്കത് അന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ആകെ പേടിയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തേട്ടൽ, ഇതും പോവോ എന്നുള്ള രീതിയിൽ. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ആൾ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ 41 വയസ്സ് കുറച്ച് പ്രായമുള്ള ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എല്ലാം ചെറുപ്പക്കാരെ പോലെയാണ് ഇപ്പോഴും കുഞ്ഞിരിക്കുന്നത്, കുഞ്ഞിൻ്റെ വളർച്ചയുടെ നിരക്ക് അതേപോലെ ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആത്മീയ ബലം തോന്നി തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ മാതാവിനുള്ള ഭക്തി എനിക്ക് കൂടുതലാവുകയും ചെയ്തു. അങ്ങനെ ആൾ ഉണ്ടായി. ഒരു ആൺകൊച്ചാണ് എനിക്ക് കിട്ടിയത്, അതാണിത്. അങ്ങനെ ഇത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വഭാവം കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മറക്കും. അതേപോലെ ഞാനും മറന്നു. കുറച്ച് ശ്രദ്ധകളൊക്കെ പോയി തുടങ്ങി, ആത്മീയ ചിന്തകളൊക്കെ മാറിന്ന് തുടങ്ങി. അങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് വീണ്ടും തലയ്ക്കൊരു കൊട്ട് ദൈവം തന്നു. അതായത് അവന് ന്യൂമോണിയ പെട്ടു. വളരെ സ്റ്റേജ് വളരെ മോശമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആംബുലൻസിൽ നേരെ കൊണ്ടുപോയി, ഇത് ജൂബിലി മെഡിക്കൽ കോളേജിലായിരുന്നു, അവിടെ കൊണ്ടുപോയി ചെയ്തു. അവിടെ വെന്റിലേറ്ററിൽ കിടത്തി 3 ദിവസം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്ന ദാനം തിരിച്ചെടുക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ബലം കൊണ്ടാണെന്ന് തോന്നുന്നു 3 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറച്ച് പുരോഗമനം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറന്ന ആൾ ഇങ്ങനെ കരഞ്ഞു തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ തന്നെ മനസ്സിന് ആശ്വാസം. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഒന്നരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും പോയി. വീണ്ടും പഴയതുപോലെ വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും മറന്നു, വീണ്ടും അതുപോലെ തന്നെ കൊട്ട് വീണ്ടും കിട്ടി. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ വീണ്ടും ചെയ്തു. വീണ്ടും ഇതുപോലെ പ്രാർത്ഥന 2 പ്രാവശ്യം അതുപോലെ ഉണ്ടായി. അതോടുകൂടി മനസ്സിലായി ഇത് വേറെ കളിയാണ്, നമ്മൾ വിചാരിക്കാത്തതല്ല. അതേപോലത്തെ സംഭവമാണ്. മുകളിലുള്ളവൻ തീരുമാനിച്ച പോലെ നടക്കുള്ളൂ. നമ്മൾ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. ആളെന്താണ് വിചാരിക്കുന്നത് നടക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ വീണ്ടും പ്രാർത്ഥനയോട് കൂടിയിട്ടും അതുപോലെ തന്നെ തൈലം ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കൊച്ചി കിടന്നപ്പോൾ അവൻ്റെ തലയിൽ ഇന്നും തൈലം അഭിഷേകം ചെയ്തിരുന്നു. എനിക്ക് കയറാൻ പറ്റില്ല, എൻ്റെ ഭാര്യയ്ക്കാണ് അതിന് നിന്നിരുന്നത്. അവളതിൽ തൈലം കൊടുത്തേക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ മേലത്ത് തൈലം കുഞ്ഞിൻ്റെ തലയിൽ അഭിഷേകം ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ കാലത്ത് എനിക്കുമ്പോൾ ഈ തൈലവും ഉപ്പും ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അതിൻ്റെ ബലമായി തോന്നുന്നു. എനിക്കൊരു വലിയൊരു വാഹന അപകടം ഉണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ പെട്ടെന്ന് വലിയൊരു വാഹനം റോഡിനെ ക്രോസ് ചെയ്ത് കിടക്കുകയാണ്. ഞാൻ കണ്ണ് ഇടിച്ചു. പക്ഷേ എനിക്ക് ഒന്നും പറ്റിയില്ല. അത് കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി, കാരണം എന്നെ കൊണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ച പോലെ തോന്നി. എന്നെ അങ്ങനെ കൈവൊഞ്ഞി പോലെ എടുത്ത് പുറത്തേക്ക് വെച്ച പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി ലോക്കറ്റിൻ്റെ ആ ബലം. അങ്ങനെ അതുണ്ടായി. അതുപോലെ തന്നെ ലോണുകളും കടങ്ങളൊക്കെ കൂടുതലുണ്ട് എനിക്ക്. അതൊക്കെ ഇങ്ങനെ മാതാവ് എൻ്റെ കടയിലൂടെ പുരോഗതി തന്ന് അതൊക്കെ കുറേയൊക്കെ വീട്ടുവാനും അതൊക്കെ അടഞ്ഞ് തീർക്കുവാനും സഹായിക്കുന്നുണ്ട് മാതാവ്. അതുപോലെ തന്നെ കാര്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ എല്ലാ അരി കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് കിറ്റുകൾ മാസം കിറ്റുകൾ ചില പാവങ്ങൾക്ക് അവിടെ ഉണ്ട്, സ്ഥിരമായിട്ട് കിറ്റുകൾ കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ പത്രങ്ങൾ അവിടെ വിതരണം ചെയ്യും. അതുപോലെ തന്നെ കടയിൽ വരുന്ന ആളുകളോട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. അപ്പോൾ തന്നെ അവർ അങ്ങനെ 2-3 പേര് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർ എങ്ങനെ ഇങ്ങോട്ട് വരാം റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അവർക്ക് സാക്ഷ്യം കിട്ടിയിട്ടുണ്ട്. അവർ ചില ഫ്രണ്ട്സിനൊക്കെ അവരിവിടെ വന്നിട്ട് അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലതും കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് അനുഭവ സാക്ഷ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇനിയും എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, നിയോഗങ്ങളും കൂടി ഉണ്ട്. അത് സാക്ഷി തരുവാൻ മാതാവ് എന്നെ ഇവിടെ വീണ്ടും കൊണ്ട് നിർത്തുമെന്ന പ്രതീക്ഷയോടെ മാതാവിനും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ അവസാനിപ്പിക്കും. എൻ്റെ പേര് ജിയോപോൾ. ഞാൻ വരണത് ചാലക്കുടി.
ഞാൻ ജോലി ചെയ്യുന്നത് UK-ലാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഒരു 6 മാസം മുന്നേ കഴിഞ്ഞ മാർച്ചിൽ എനിക്ക് 1-2 നിയമങ്ങൾ മെയിൻ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു 4-5 വർഷമായിട്ട്. അപ്പോൾ ഈ തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം അത് ശരിയായി. പിന്നെ കാരണം ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ജോലിക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അത് റെഡിയായപ്പോൾ കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പ്രഷറൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ ഈ തൈലം ഉപയോഗിച്ച് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ അതും നോർമലായി. അതായിരുന്നു രണ്ടാമത്തെ ഒരു നിയോഗം ഞാൻ വെച്ചത്. പിന്നെ ഇതുമൂലം എനിക്ക് കുറച്ച് അധികം അനുഗ്രഹങ്ങൾ കിട്ടി. പിന്നെ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ഈ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ഈ ചൊറിച്ചിലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഡോക്ടറിനെ കണ്ടു. ഓയിൽമെൻ്റൊക്കെ ഉപയോഗിച്ച് നോക്കി. പക്ഷെ അത് ഒരു കുറവും തോന്നിയില്ല. അപ്പോൾ അതും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു 1.5 മാസം കൊണ്ട് അത് റെഡിയായി. പിന്നെ ഞാൻ ഇപ്പോൾ ഓയിൽമെൻ്റ് ഒന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ അതിന് കർത്താവിനോട് ഒരുപാട് നന്ദി. പിന്നെ ഞാൻ UK-ലേക്ക് പോയത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. മെക്കാനിക്കൽ എൻജിനീയറിങ് അതിൻ്റെ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ഞാനവിടെ ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോലിക്ക് കയറിയത് ഒരു ഹോട്ടലിൽ റിസപ്ഷൻ അതിലായിരുന്നു. അപ്പോൾ 2 വർഷത്തോളം റിസപ്ഷനിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജർ വന്ന് ജസ്റ്റ് ഞങ്ങൾ ഒരു ദിവസം ചുമ്മാ വർത്താനം പറയുമ്പോൾ ചോദിച്ചായിരുന്നു ഞാൻ എന്താണ് പഠിച്ചതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻജിനീയറിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് എന്നോട് പറഞ്ഞു അപ്ലൈ ചെയ്യ് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ഞാൻ അപ്ലൈ ചെയ്തു. 1 മാസത്തിനുള്ളിൽ എനിക്ക് അവിടുത്തെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി കിട്ടി. ഒപ്പം അവർ വർക്ക് വിസയും തന്നു. എല്ലാവർക്കും അറിയണ പോലെ വർക്ക് വിസ കിട്ടാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് UK-യിൽ. അപ്പോൾ എനിക്കത് ഒറ്റ പൈസയും കൊടുക്കാതെയാണ് എനിക്ക് കിട്ടിയത്. കാരണം എനിക്കറിയാവുന്ന കുറേ പേരുടെ കുറേ ലക്ഷങ്ങളൊക്കെ പോയിട്ടുണ്ട് ഈ വർക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കാതെയാണ് അവരെനിക്കെടുത്ത് തന്നത്, അതും ഒറ്റ പൈസ കൊടുക്കാണ്ട്. പിന്നെ അത് കൂടാതെ എനിക്ക് ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ എനിക്ക് ഒരു വർത്തമാനം പറയാനൊക്കെ ഒരു നാവിൻ്റെ ഒരു കെട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും ഇതിനോടനുബന്ധിച്ച് അതും എനിക്ക് ശരിയായി. പിന്നെ നാവിൽ തൈലം പൂശി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം മാറാനായിട്ടും ഞാൻ ഈ തൈലം ഉപയോഗിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഇവിടുത്തെ ഉപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പ് വെള്ളത്തിൽ ചായച്ചിട്ട് വിശ്വാസപ്രമാണം എത്തിച്ചിട്ട് ഞാൻ അത് കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടെ ഉണ്ട്. പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ അച്ഛൻ്റെ ധ്യാനം ആ ദിവസം കാണാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ കാണും. പിന്നെ കുർബാനയ്ക്ക് പോണത് ഞാൻ പണ്ടൊന്നും കുർബാനയ്ക്ക് പോയില്ലായിരുന്നു. ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ കുർബാനയ്ക്കൊക്കെ പോയി തുടങ്ങിയത്. ഒരു 2-2.5 വർഷം 3 വർഷത്തോളം ഞാൻ കുർബാനയ്ക്ക് പോയിട്ടില്ല അവിടെ വെച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയുള്ള ദിവസങ്ങളിൽ ഓൺലൈനിൽ കുർബാന കാണും, ജോലിയില്ലാത്ത ദിവസങ്ങളിൽ പള്ളിയിൽ പോയിട്ട് കുർബാന കാണും.
പിന്നെ കുമ്പസാരം ഈ പറഞ്ഞ പോലെ പണ്ടൊന്നും ഈ ഓൺലൈൻ ഉടമ്പടിക്ക് മുമ്പ് അങ്ങനെ കുമ്പസാരം ഒന്നും എത്തിക്കണ പതിവൊന്നുമില്ല. ഇതിന് ശേഷം ഇപ്പോൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരവും പിന്നെ അതിനൊക്കെ പോയി തുടങ്ങി. പിന്നെ ബൈബിൾ വായനയും എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും കൊന്ത ചെല്ലാറുണ്ട്. അതൊന്നും പണ്ട് ശീലമില്ലായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷമാണ് ഈ ശീലങ്ങളൊക്കെ വന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഈ സുവിശേഷ പ്രഘോഷണം ഞാൻ എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരായിട്ടാണ് മെയിനായിട്ട്. പിന്നെ അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര് ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞ അത്രയും ഒരു ശതമാനം ഞാൻ സാലറിയുടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാരുണ്യ പ്രവൃത്തിയും പിന്നെ സുവിശേഷ പ്രഘോഷണവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. മാതാവ് വഴി കർത്താവ് എനിക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് കൃപാസന മാതാവിനും കർത്താവിനും ഒരുപാട് നന്ദി.